ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഇവൻ്റെ വീട്ടുകാർ കുറച്ച് ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ട് തട്ടിക്കൊണ്ട് പോവുകയാണ്. അത് ഇവരും അറിയാം, ഇവൻ്റെ വീട്ടുകാരാണ് ഇവളെ തട്ടിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ. കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻ അവൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ചെയ്യുന്നതും. ഇവന് ഒരു വലിയ ഡിസീസുണ്ട്, ഇവന് ബ്രെയിൻ ട്യൂമറാണ്. ആ ബ്രെയിൻ ട്യൂമർ കാരണം ഇവൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ള ആൾക്കാർ തന്നെ ഇവൻ്റെ ഗേൾ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഇവന് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് തന്നെ അവന് വയ്യാതാവുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ കാഴ്ചയൊക്കെ മങ്ങിപ്പോകുന്നുണ്ട്. അവന് ബ്രെയിൻ ട്യൂമർ ആയതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് കാഴ്ചയൊക്കെ നന്നായിട്ട് എഫക്റ്റ് ആവുകയാണ്. അവന് ഒട്ടും നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ്. അവൻ എത്ര നടക്കാൻ ശ്രമിച്ചാലും അവൻ വീണ്ടും തറയിലേക്ക് വീഴുന്നു പോവുകയാണ്. അവൻ എങ്ങനെയൊക്കെ എണീച്ച് ആ കാറിൻ്റെ പിറകെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് കാഴ്ച മങ്ങുകയും പെട്ടെന്ന് തന്നെ അവൻ ഫ്ലോറിലോട്ട് വീഴുകയും ചെയ്യുകയാണ്. അവൻ ഒരുപാട് വട്ടം ശ്രമിച്ചു, പക്ഷെ അവന് അവളുടെ പിറകെ പോകാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവൾ എവിടെയാണെന്നുള്ള കാര്യം അവന് അറിയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ എങ്ങനെയൊക്കെയോ അവൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ബാത്റൂമിൽ പോയിട്ട് അവിടെ വച്ചിരുന്ന ടാബ്ലറ്റ് അവൻ എടുത്ത് കഴിക്കുകയാണ്. ഒട്ടും വയ്യാതെ വളരെ വെപ്രാളത്തിലാണ് അവൻ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഇമോഷണലി വളരെ നമ്മൾ ഡൗൺ ആയി പോകും. ആ സീനൊക്കെ കാണുമ്പോഴത്തേക്കും അത്രയ്ക്ക് ഇമോഷണലായിരുന്നു അതൊക്കെ. അങ്ങനെ അവൻ ടാബ്ലറ്റൊക്കെ കഴിച്ച് ഒരുവിധം ഒന്ന് ഓക്കെ ആകുമ്പോഴത്തേക്കും അവൻ റൂമിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ആ ഡോറ് പുറത്തുനിന്ന് ആരോ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, അവൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് ലോക്ക് ചെയ്തിട്ടത്, ഇവർ പോയി പരസ്പരം കാണാതിരിക്കാനായിട്ട്. അവൻ ഒരുപാട് കരഞ്ഞി പറയാണ്, ഈ ഡോർ എങ്ങനെയും തുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞി പറയുന്നുണ്ട്. അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡ്സിനോട്, പക്ഷെ അവർ ഒരു വിധത്തിലും തുറന്നു കൊടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ സിറ്റുവേഷൻ വീണ്ടും വഷളായിട്ടുണ്ടായിരുന്നു. അവന് വീണ്ടും ഒട്ടും വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് പോവാണ്. അങ്ങനെ അവൻ്റെ ഫോണൊക്കെ അവിടെ ഉള്ളവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ റൂമിലുള്ള സെൽഫോണിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. അത് നമ്മൾ പഴയ രീതിയിലുള്ള ലാൻഡ് ഫോണാണ്. അപ്പോൾ ലാൻഡ് ഫോണിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ആ കോൾ വന്നിട്ട് അവരുടെ ഫാമിലിയിലുള്ള ആൾ പറയാണ്, നിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിനക്ക് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ തരുന്നതായിരിക്കും, അതുകൊണ്ട് ഇപ്പം നീ റൂമിൽ റെസ്റ്റ് എടുക്കാനൊക്കെ പറ. ആ സമയത്തൊക്കെ അവൻ ഒട്ടും വയ്യാതിരിക്കുകയാണ്. അവൻ്റെ സൗണ്ട് ഒരുമാതിരി ആവുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട് എനിക്ക് ഓക്കെ ആണോ എന്ന്. പിന്നെ അവർക്കൊരു ഡൗട്ട് തോന്നുകയാണ് ഇവൻ കള്ളത്തരം കാണിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഇവന് സീരിയസ് ആയിട്ട് അവൻ്റെ കണ്ടീഷൻ ഒട്ടും മോശമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. അവന് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ അവൻ കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ഇവിടെ നിന്ന് പുറത്തു പോകാനും അവളെ രക്ഷിക്കാനൊക്കെ ശ്രമിച്ചിട്ട് അതൊന്നും നടക്കാതെ അവൻ ഒട്ടും വയ്യാതെ വിഷമിച്ച് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ക്ഷീണിച്ച് തല ഇറങ്ങി അങ്ങനെ കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് അവൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അവനെ ലോക്ക് ചെയ്തിട്ടേക്കാണ്, എങ്ങനെയെങ്കിലും എന്നെ വന്ന് രക്ഷിക്കാൻ വേണ്ടി അവൻ കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫോണിൽ അവൻ്റെ സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരാണ്. അവൻ്റെ അമ്മ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഇവൻ ഒട്ടും വയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ്റെ അമ്മ അടുത്ത് വന്ന് അവൻ്റെ കവിളിൽ കൈ കൊണ്ട് തൊടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് എണീച്ചിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് വിടണം, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് വിടണമെന്നുണ്ട്. അവൻ്റെ അമ്മയുടെ അടുത്ത് ഭയങ്കരമായിട്ട് കെഞ്ചുന്നുണ്ട്. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ പോകാൻ നിൻ്റെ കണ്ടീഷൻ മോശമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവളെ കാണാൻ പോകണമെന്നായിരുന്നു നിർബന്ധം. താങ്ക് യു.